വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 33-46 വരെയുള്ള മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഈശോയെ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ഒരുപാട് ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും ദൈവിക സംരക്ഷണവും ദാനമായി തന്ന അതിനാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മെ രക്ഷിക്കാനായിട്ട് പ്രവാചകന്മാരെയും സ്വന്തം പുത്രനായ ഈശോയും ദൈവം നമ്മുടെ അടുത്തേക്ക് അയച്ചെങ്കിലും ലോകം അവർ വിശ്വസിച്ചില്ല. ഈശോയെ പീഡനത്തിനും കുരിശുമരണത്തിനും ലഭിച്ചു കൊടുത്തു. അങ്ങനെ ലോകം ഉപേക്ഷിച്ച പണിക്കാർ ഉപേക്ഷിച്ച കല്ലായ ഈശോയെ ദൈവം മൂലക്കല്ലായിട്ട് ഉയർത്തി. അതായത് രക്ഷയുടെ അടിസ്ഥാന മാർഗമായിട്ട് ഉയർത്തി. അല്ലെങ്കിൽ രക്ഷ ഈശോയോട് മാത്രമാക്കി ദൈവം മാറ്റി. ദൈവത്തെ വിശ്വസിക്കാതിരിക്കുകയും ദൈവത്തോട് മറുതലിക്കുകയും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ താഴ്ന്നു പോവും. ആ കല്ല്, അതായത് ന്യായവിധി ആരുടെ മേൽ വീഴുന്നുവോ അത് അവനെ ധൂളിയാക്കുമെന്ന് ഈശോ വചനം പഠിപ്പിക്കുകയാണ്. അതുപോലെ ദൈവരാജ്യത്തിന് അവകാശം തീരാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നാം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാതിരിക്കുകയും ഈശോ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ ദൈവരാജ്യം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് ദൈവം നൽകുമെന്ന് വചനത്തിൽ പഠിപ്പിക്കുകയാണ്. അതിനാൽ ഈശോ ചെയ്തതും ചെയ്യുന്നതുമായ അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും കണ്ടും കേട്ടും അനുഭവിച്ചും ഈശോ വിശ്വസിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് നമുക്കായിട്ട് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന് അതിലേക്കുള്ള മാർഗമായ മൂലക്കല്ലായ ഈശോയിലൂടെ എത്തിച്ചേരണമെന്ന് വചനം ഓർപ്പിക്കുന്നു. വചനം പഠിപ്പിക്കുന്ന മുന്തിരിത്തോട്ടം ഇസ്രായേൽ ജനമാണ്. ദൈവം തിരഞ്ഞെടുത്ത ജനതയാണ് നാം ഓരോരുത്തരും കൂടിയാണ്. മുന്തിരിച്ചക്കും ഗോപുരവും വേലയുമെല്ലാം ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണവും അനുഗ്രഹവും നന്മകളുമാണ്. കൃഷിക്കാർ ദൈവജനത്തെ പരിപാലിക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരുന്ന പ്രധാന പുരോഹിതരും ഫരീസയരും മരണനേതാക്കളുമാണ്. അവർ ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം അയച്ച പ്രവാചകരെയും ഈശോയും വിശ്വസിക്കാതെ അവരെ പീഡനത്തിനും മരണത്തിനും ലഭിച്ചു കൊടുത്തു. അവർ ദൈവം തിരിച്ചറിയോ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്തില്ല. ന്യായവിധിയിൽ അങ്ങനെ ചെയ്യുന്നവർ തകർന്നു പോകുമെന്ന് ഈശോ വചനത്തിൽ പഠിപ്പിക്കുന്നു. ദൈവരാജ്യത്തിന് അവകാശമായി മാറാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നാം നമ്മുടെ രക്ഷയ്ക്കും പാപപരിഹാര ബലിയുമായിട്ട് ദൈവം അയച്ച പുത്രനായ ഈശോ വിശ്വസിച്ച് വിളവെടുപ്പിനായിട്ട് ഈശോ വീണ്ടും വരുമ്പോൾ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറാനുള്ള കൃപയ്ക്കായിട്ട് ഈശോ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനപ്പെടാൻ ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റവർക്കും വചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വം അനുഗ്രഹിക്കട്ടെ. ആമേൻ.